വിസ്മയങ്ങൾ ഒളിപ്പിച്ച് കണ്ണൂർ പുഷ്പോത്സവം എത്തുന്നു. 22 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് കണ്ണൂർ പുഷ്പോത്സവം നടക്കുക. കഥാകൃത്ത് ടി പത്മനാഭൻ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി പി.വി. രത്നാകരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം 12,000 സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങുന്ന പുഷ്പങ്ങളുടെ വിന്യാസം തന്നെയായിരിക്കും. സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായി ഇതിനായി പൂക്കളും ചെടികളും എത്തിച്ചു. ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കണ്ണൂർ പുഷ്പോത്സവം നടക്കുക. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സെക്രട്ടറി പി.വി. രത്നാകരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഘാടക സമിതി നേരിട്ട് ഏതാണ്ട് 12,000-ഓളം ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന കൃത്രിമ പൂന്തോട്ടം നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചേർന്നുള്ള ചെടികളും പുഷ്പങ്ങളും ഉണ്ടാക്കുന്ന പൂന്തോട്ടമാണ് നമ്മുടെ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്. അത് ഇത്തവണയും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പന്തലിന്റെ പണിയൊക്കെ അവസാന ഘട്ടത്തിലാണ്. 22-ാം തീയതി അതിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. 22-ന് വൈകിട്ട് 6 മണിക്ക് കഥാകൃത്ത് ടി പത്മനാഭൻ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടറും സൊസൈറ്റി പ്രസിഡന്റുമായ അരുൺ കെ വിജയൻ അധ്യക്ഷത വഹിക്കും. കൃഷിയെയും ചെടികളെയും പൂക്കളെയും പ്രകൃതിയെയും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് പി.വി. രത്നാകരൻ പറഞ്ഞു. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് അഗ്രി ഹോർട്ടി മേഖലയിൽ തൽപരരായിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സൊസൈറ്റി ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സ്കൂൾ പച്ചക്കറിത്തോട്ട മത്സരം, സ്കൂൾ പൂന്തോട്ട മത്സരമൊക്കെ നടത്തിയിട്ടുണ്ട്. കണ്ണൂരും പരിസരത്തുമുള്ള വിവിധ സബ് ജില്ലകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, കണ്ണൂർ നോർത്ത്, സൗത്ത്, തളിപ്പറമ്പ് സൗത്ത്, പാപ്പിനിശ്ശേരി സബ് ജില്ലകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സ്കൂളുകൾ, നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ പച്ചക്കറി കൃഷിയിലും പൂന്തോട്ട കൃഷിയിലും വ്യാപൃതരാണ് കുട്ടികൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടി നമ്മൾ നടത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കുള്ള പരിപാടി നടത്തിയിട്ടുണ്ട്. ചിത്രരചന മത്സരം, അങ്ങനെ ഒട്ടനവധി പരിപാടികളുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് നീങ്ങുന്നത്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായുള്ള സെമിനാറുകൾ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്, ക്ലാസ്സുകൾ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. നമ്മളെല്ലാ പരിപാടികളും കാർഷികോന്മുഖമായിട്ട് അഗ്രി ഹോർട്ടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടികളാകെ നടത്തുന്നത്. നിരവധി അനുബന്ധ പരിപാടികളും പുഷ്പോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. എല്ലാ മേഖലയിലുള്ള ആളുകളിലേക്കും കൃഷിയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാൻ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പി.വി. രത്നാകരൻ വ്യക്തമാക്കി. സംസ്ഥാനത്തിനകത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നഴ്സറി സ്റ്റാളുകളിൽ വൈവിധ്യമാർന്ന ചെടികളും മറ്റു നടീൽ വസ്തുക്കളും ഔഷധസസ്യങ്ങളും ലഭ്യമാക്കും. ജൈവവളം, മൺപാത്രങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും പുഷ്പോത്സവ നഗരിയിൽ സജ്ജമാക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും പവലിയനിൽ ഉണ്ടാകും. ഏറ്റവും വിലക്കുറവിൽ ചെടികളും ഫലവൃക്ഷങ്ങളും ഇവിടെ നിന്നും വാങ്ങാൻ കഴിയുമെന്നും സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. 70 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിന് താഴെയും 80 വയസ്സിന് മുകളിലുമുള്ളവർക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. ഫെബ്രുവരി 3 നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി രക്ഷാധികാരി UKP നമ്പ്യാർ, വൈസ് പ്രസിഡന്റ് KC വത്സല, ജോയിന്റ് സെക്രട്ടറി MK മൃദുൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ P വിനീഷ്, എക്സിക്യൂട്ടീവ് അംഗം TP വിജയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.